വീണവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ നടും തല്ലി വീണാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം. സൂപ്പറാണ് ഗൈസ്, സൂപ്പർ. ഒരു രക്ഷയില്ലാത്ത വേദനയായിരിക്കും. പിന്നെ നമ്മൾ കാണിക്കരുത്. ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഡെവിൾസ് പാർക്ക് പിറ്റിലേക്കാണ്. അപ്പം നമുക്ക് പോവാം. അപ്പം നമ്മളെ കൂട്ടാനായിട്ട് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൻ്റണിയും ഞാനും ലിറിയും കൂടിയാണ് ഇന്നത്തെ യാത്ര പോകുന്നത്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകളൊക്കെ കാണാനുണ്ട്. എന്നാലും ഞങ്ങൾ സൊറ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ എത്തി. അവിടെ നമ്മളൊരു ആട്ടിൻകുട്ടീനെ കണ്ടു. ഡെവിൾസ് പാൾപിറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഡേഞ്ചറാണ്, ശ്രദ്ധിക്കണം, വീണാൽ പൊടി പോലും കിട്ടൂല എന്നൊക്കെ അവർ പറഞ്ഞ് ബോർഡുകൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് പോവുക എന്നുള്ളത്. ഡെവിൾസ് പാൾപിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇവിടെ സ്കോട്ട്ലൻഡിലുള്ളവർക്ക് അറിയാമായിരിക്കും. നമുക്ക് ഡെവിൾസ് പാൾപിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവിൾസ് പാൾപിറ്റിൽ ഡെവിൾസ് ഉണ്ട്. അപ്പം അവർ ആൾക്കാരനെ എല്ലാവരെയും കൊന്നിട്ട് അതിൻ്റെ ചോര അതുവഴി ഒഴുകും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഡെവിൾസ് പാൾപിറ്റിലെ വെള്ളത്തിന് കറുത്തല്ല റെഡ് കളറ് എന്നാണ് പറയുന്നത്. ചുമന്ന കളറിലുള്ള വെള്ളമാണ് ഡെവിൾസ് പാൾപിറ്റിൽ നിന്ന് ഒഴുകി വരുന്നത്. അതിന് കാരണം ഇവർ പറയുന്നത് മിത്തൊക്കെയാണ് കേട്ടോ. ആൾക്കാരിങ്ങനെ ചുമ്മാ നമ്മൾ പേടിപ്പിക്കാനും പറയുന്നതാണ്. അവിടെ പ്രേതങ്ങളുണ്ട്, അവർ കൊല്ലും മനുഷ്യന്മാരെ. കൊന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചോരയാണ് അതിൽ കൂടെ ഒഴുകി വരുന്നത് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു. പക്ഷേ ശരിക്കും എൻ്റെ സയൻറ്റിഫിക്കലി പറയണത് എന്താണെന്ന് വെച്ചാൽ, സയൻറ്റിഫിക്കലി അവിടുത്തെ കല്ലുകൾക്ക് ഉള്ളൊരു പ്രത്യേകതയാണ് അവിടുത്തെ വെള്ളത്തിന് റെഡ് കളറ്. അവിടുത്തെ സ്റ്റോണുകൾ ഉണ്ടാകുന്ന പ്രത്യേകത കൊണ്ടാണ് അവിടുത്തെ വെള്ളത്തിന് ആ ചുവന്ന കളറുള്ളത്. പക്ഷെ പല ആൾക്കാരും പറയുന്നത് വ്യത്യസ്തരമായിട്ടുള്ള ആശയങ്ങളാണ്. മിത്തുകൾ കുറേ ഉണ്ട് അവിടെ. അപ്പം മിത്തുകൾ പറയുന്നത് ഈ ഡെവിൾസ് വന്നിട്ട് അവരുടെ ആരാധനയും കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഈ ഡെവിൾസ് അവരുടെ സീക്രട്ട് മീറ്റിങ്സ് ഒക്കെ നടത്തിയിട്ട് അവിടെ മന്ത്രവാദ പ്രവർത്തനങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ റെഡ് കളറ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവിൾസിൻ്റെ കാലിൻ്റെ അടിയിലൂടെ വരുന്ന വെള്ളമാണ് ഈ കളറിൽ കാണപ്പെടുന്നത്. അങ്ങനെ കുറേ മിത്തുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മിത്തുകളാണ്. ശരിക്കും അവിടുത്തെ സാൻഡിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അവിടുത്തെ ആ ഒരു കളറിന് റെഡ് കളറുള്ളത്. അതാണ് സത്യം. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ അത് പറയുമല്ലോ ഇങ്ങനെ, അവിടെ പ്രേതമുണ്ട് അതുകൊണ്ടാണ് അവിടെ റെഡ് കളറ്. അതേ കണക്ക് പ്രേതമൊന്നുമില്ല ഗൈസ്. അവിടുത്തെ മണ്ണിന് പ്രത്യേകതയാണ് ചുമന്ന കളറിലുള്ള വെള്ളം. നമ്മുടെ യാത്ര കുറച്ച് ദുർഘട പിടിച്ച വഴികളിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വന്നു. അപ്പോൾ ഇവന്മാർ കുരങ്ങന്മാരെ പോലെ കയറി ചാടി പോയി. പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അക്കരയിൽ നിന്ന് ഒരു കുഞ്ഞി അരുവി പോലത്തെ സാധനം നീന്തി കിടക്കാനല്ല, നടന്നു പോകാനുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പല്ലേ ഇവിടെ. അപ്പോൾ ആ തണുപ്പത്ത് ഞാൻ ചാടി കിടന്നപ്പോൾ ഭയങ്കരമായിട്ട് കാലൊക്കെ മരച്ച് പോയി. ആ രീതിയിലായിരുന്നു. പിന്നെ വഴികളൊക്കെ നമ്മൾ വെട്ടി വരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതികളിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പൊത്തിയാടിയൊക്കെ വരേണ്ടി വന്നു. ശരിക്കും വഴിയുള്ളതാണ്. അപ്പം നമുക്കറിയാവുന്ന വഴി കൂടെ നമ്മൾ വന്നപ്പോഴത്തേനും പൊത്തിയാടിയൊക്കെ നമുക്ക് വരേണ്ടി വന്നു. ലീറി അവിടെ ഇപ്പോൾ കൊരുത്തിരിക്കും. അവിടെ നിന്നാൽ നീ പോകണ്ടെന്ന്. പ്രകൃതിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ചാടി കടന്നു. വളരെ സാഹസകരമായ യാത്രയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂലേ, ഞാൻ എങ്ങനെ ഇറങ്ങും, ഞാൻ വീഴില്ലേ എന്നൊക്കെ വിചാരിച്ചു. കാരണം ഭയങ്കര സ്ലോപ്പി ആയിട്ടുള്ള വഴിയാണ്. ഭയങ്കര കുത്തനെയുള്ള ഇറക്കവും കുത്തനെയുള്ള കയറ്റമൊക്കെയാണ്. അപ്പം ഫിറ്റ് അല്ലാത്ത ആൾക്കാർ വരികയാണെങ്കിൽ, ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ആൾക്കാർ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, എന്നാ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ചാടി കടന്ന് ഇവിടെ എത്തിച്ചേർന്ന്. കാലില്ല എനിക്ക്, അത്രയും മരവിപ്പായിരുന്നു. മരവിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. പറയാൻ പറ്റൂല, അത്രയ്ക്കും രീതിയിൽ കാലവിടെ ഇല്ല. ആ ഫീലായിരുന്നു. കൊടും തണുപ്പുള്ള ഐസ് വാട്ടറിൻ്റെ അകത്ത് കാല് വരിക എന്ന് പറഞ്ഞാൽ നമുക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അയ്യോ, ഇത് ഞാൻ ചാടി കടന്നത് എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒരു വഴിക്കെത്തിയപ്പോൾ തിരിച്ച് പോകാനും പറ്റില്ല. കാരണം അവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ്, എൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം എന്നെ കളഞ്ഞ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇത് ക്രോസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. വളരെ സാഹസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞാൻ നാട്ടിൽ പല പ്രാവശ്യം ഞാനിങ്ങനെ പലയിടത്തും പോയിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷേ ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ട് പോയിട്ടുണ്ടാവുമെന്ന് സംശയമാണ്. അതുകൊണ്ട് അവൻ ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. അവന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവൻ പൊള്ളിയാണ്, മാസാണ്. കുരങ്ങൻ ചാടി പോകുന്നതാണെങ്കിൽ, മൗഗ്ലി പോകുന്നതാണെങ്കിൽ പോവുക. കുറേ കല്ലുകളിട്ടുണ്ട്. ആ കല്ല് പോയി ചാടി അവൻ അങ്ങ് അപ്പുറത്തെത്തി. മിടുക്കന്മാർ. ഞാൻ മാത്രമാണ് വീഡിയോ എല്ലാം പിടിച്ചു കഴിഞ്ഞ്
വെള്ളത്തിന് നടുക്കൂടെ അയ്യോ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പോയത്. വളരെയധികം സാഹസകരമായ യാത്രയിലൂടെ ഞങ്ങൾ എങ്ങനെയെങ്കിലും അപ്പുറം എത്തണമെന്നുണ്ടായിരുന്നു. ഞാൻ ചാടിക്കടന്ന് അപ്പുറം എത്തി. അടുത്ത ചെങ്കുത്തായ ഇറക്കമാണ് നമ്മളീ കാണാൻ പോകുന്നത്. കുത്തനെയുള്ള ഇറക്കം. ചാടി പോകുന്നത് കണ്ടില്ലേ, അവൻ എക്സ്പേർട്ടാണ്. അവന് 4ാമത്തെ വട്ടമാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് അവന് വഴികളൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് നോക്കിയ. കുത്തനെയുള്ള ഇറക്കമാണേ. കമ്പം കുത്തിപ്പോയില്ലെങ്കിൽ പല്ല് 32 താഴെ കിടക്കും. ശരിക്കും ഞാൻ തമാശ പറയുന്നതല്ല, നമുക്ക് പറയുമ്പോൾ പറയാം. പക്ഷേ യാത്ര പോകുന്നവർക്കേ അതിൻ്റെ ഒരു ഇതറിയത്തുള്ളൂ. അത്രയും ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ പെട്ടു. ഞാൻ നോക്കുമ്പോൾ വേറെ 2-3 പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോകണമെങ്കിൽ ഞാനവിടെ നിന്ന് അവർക്ക് പോകാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞാൻ പതുക്കെ വന്നോളാം, ഞാൻ വരുമ്പോൾ സമയം എടുക്കും, നിങ്ങൾക്ക് പോയി എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എത്തുന്നതെന്ന്. എങ്ങനെയാണെങ്കിലും താഴെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ എന്നെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ കുറേ താഴെ ചെങ്കുത്തായിട്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും കുറേ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും സ്റ്റീപ്പാണ്. അപ്പം വീഡിയോഗ്രാഫി ബുദ്ധിമുട്ടാണ്. എന്നെ തന്നെ രക്ഷിക്കുമോ, അതേ ഫോണിനെ രക്ഷിക്കുമോ, എന്ത് ചെയ്യുക, വീഡിയോ എടുക്കുമോ, അങ്ങനെയുള്ള ഒരു ഘട്ടം വരെ എത്തി. എങ്ങനെയായാലും ഇതായിരുന്നു കേട്ടോ ഞാൻ ചാടി ഇറങ്ങിയ മല. പറയുമ്പോൾ ചിരിക്കാം, ബട്ട് ഇറ്റ്സ് വെരി അഡ്വഞ്ചറസ് ആയിരുന്നു. അങ്ങനെ കുഞ്ഞി മരത്തിലൊക്കെ ഇരുന്ന് ഞാൻ തുള്ളി കളിച്ച് കുഞ്ഞു പുഴുവാകെയായിട്ട് ചാടി നടക്കുകയാണ്. പുൽച്ചാടിയെ പോലെ ചാടി നടക്കും പുൽച്ചാടി ഇങ്ങനെ അങ്ങോട്ട് കണ്ടൊക്കെ. ഈ വെള്ളത്തിൻ്റെ കളർ കാണാൻ പറ്റുന്നുണ്ടോ? റെഡ് കളർ, നോർമൽ കളർ അല്ല, ഇതൊരു ഓറഞ്ചായിട്ടാണ് ഇപ്പോൾ ഇതിൽ കാണുന്നതെങ്കിൽ ശരിക്കും ഒരു റെഡ് ടിൻ്റുള്ള വെള്ളമായിരുന്നു. കാരണം ഡെവൽസിൻ്റെ വെള്ളം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഡെവൽസ് പാൾ പിറ്റ് എന്ന് തന്നെ ഈ ഒരു സ്ഥലത്തിന് പേര് അവരിട്ടിരുന്നത്. ശരിക്കും അതൊരു മിത്ത് തന്നെയാണ്. പക്ഷേ ഈ മല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര 80 അടി താഴ്ചയിലാണ്. അത് കണക്ക് 15 to 20 വൈഡായിട്ടുള്ള മലകളുമാണ്. നമ്മളിങ്ങനെ കുത്തി വരികയാണ് കേട്ടോ. വടിയും കുത്തി അമ്മൂമ്മയും അപ്പൂപ്പനും വരുന്ന പോലെ വരികയാണ്. സൂപ്പർ. പിള്ളേരൊക്കെ ആദ്യം താഴോട്ടിറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ ചെക്കന്മാരവരെ എടുത്ത് താഴോട്ടൊക്കെ ഇറക്കി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന വഴിയായിരുന്നു. അതും സ്റ്റെപ്പുകളൊക്കെ ഇളകി കിടക്കുമായിരുന്നു. പിന്നെ ഒരു മരം കുടുകെ ഇങ്ങനെ കിടപ്പുണ്ട്. ആ മരത്തിൽ കയറിയിരിക്കുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഞാൻ അത്ര അഡ്വഞ്ചറസ് ആയിട്ട് എടുത്തില്ല. കാരണം എങ്ങാനും തലയും കുത്തി വീഴുകയാണെങ്കിൽ പാറകളൊക്കെ അവിടെ കിടപ്പുണ്ട്. പ്ലിക്കി എന്നും പറഞ്ഞുകൊണ്ട് തല പൊട്ടി പോകും. അപ്പം അങ്ങനെ ഞാൻ മോഡലും കാണിച്ച് നടക്കുകയാണ്. പ്ലക്കേ അങ്ങനെ പിള്ളേരുണ്ടോ. ഈ സ്റ്റെപ്പുകളൊക്കെ അണ്ണീവനാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. കാരണം സ്റ്റെപ്പുകളൊക്കെ അണ്ണീവനാണ്. പിള്ളേർ വീണ്, ആ കൊച്ച് വീഴാറൊക്കെ പോയി. പക്ഷെ അവൾ രക്ഷപ്പെട്ടു, ഒന്നും പറ്റിയില്ല. എന്നാൽ ലിറിയുടെ തലയിൽ കൂടെ വന്ന് വീണേനെ. കാരണം സ്റ്റെപ്പുകൾ കണ്ടോ, ഭയങ്കര നാരോ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളാണ്. നമ്മൾ നടന്ന് കാലിൻ്റെ നടുവിൻ്റെ അനങ്ങാത്ത ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അനങ്ങും. ഈ ഗർഭിണികളൊന്നും ദയവ് ചെയ്ത് ആ വഴിക്ക് വരരുതേ എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. സ്കൈ കാണാൻ നല്ല രസമുണ്ട്. സ്കൈ സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഇത് ഫിനിഷ് ചെയ്തു.